ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെറിയൊരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതെന്താണ്? നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്? എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും? ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കൂടി നോക്കാൻ പോകുന്നത്. ആൻഡ് എൻ്റെ റീഡിംഗ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഒരു കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കണക്റ്റ് ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്കിത് കൂടുതൽ റെസണേറ്റ് ആവാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണോ യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജുകൾ അത് മാത്രമായിരിക്കും ഞാനിവിടെ കൺവേ ചെയ്യുന്നത്. എൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തുന്നതല്ല. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരോടും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണോ എനിക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അത് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഒരു റീഡിംഗ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. സോ ഞാൻ സമയം കളയുന്നില്ല, ഞാനൊരു 3 കാർഡ് സ്പ്രെഡ് എടുത്ത് തിരിച്ചു വരാം. സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ എന്താണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ഓക്കെ, എന്താണ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം? ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. സോ അത് നമുക്ക് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ ആക്ഷനും പ്ലാനിങ്ങും. സോ നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമുക്ക് പോവാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളുടെയും ചാർജ് ഏറ്റെടുക്കാനായിട്ട് നിർബന്ധിതയാവുന്നുണ്ടാവും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു സ്ഥിതിയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും ശരി, അതല്ല നിങ്ങളുടെ ഓഫീസിലായാലും, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും, അതല്ല നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ നിങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുടെ ചില ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന രീതിയിൽ അവരുടെ ആ ഒരു പെരുമാറ്റം നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തും നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കുറഞ്ഞു പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു സമയത്തും, അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എന്താ പറയുക, അത് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത രീതിയിൽ അഫക്റ്റഡ് ആകുന്ന സമയത്ത് പോലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഉള്ളിൽ ഭയങ്കര കയോട്ടിക്കായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്തും പല ഇമോഷൻസ് കടന്നു പോകുന്ന സമയത്തും ഇവരുടെ ഒന്നും മുന്നിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ മെച്യൂർ ആയിട്ടുള്ള, കുറച്ചുകൂടി എന്താ പറയുക, ധൈര്യമുള്ള നിങ്ങളുടെ ഒരു വേർഷനിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടായിരിക്കും. മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പോലെ തോന്നുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകുന്നത് പോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, പവറുണ്ട്. നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനിലും വളരെ ശാന്തമായിട്ട് പവർഫുള്ളായിട്ട് നിങ്ങളുടെ എനർജി ഇതാണ്, എൻ്റെ എനർജി ആർക്കും അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. സോ നിങ്ങളിവിടെ നിങ്ങളുടെ ആ ഒരു കഴിവിനെ തിരിച്ചറിയുക തന്നെ വേണം. ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ തലപ്പത്തുള്ളവരോ ഏതെങ്കിലും രീതിയിൽ പെരുമാറിയാലും ആക്ച്വലി നിങ്ങളെ അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്ന ഒരു ഘടകമാണ്. നിങ്ങളവിടെ തളർന്നു പോവാതെ നിങ്ങൾക്ക് വളരെ കാമായിട്ടൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠം? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഒരു ലോങ് ടേം പ്ലാനിങ്ങിലേക്കൊക്കെ പോവുക.
അതായത് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ വിസ്ഡം, നിങ്ങളുടെ ലൈഫിന് കുറച്ചുകൂടി പ്രോസ്പെറിറ്റി കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങളുടെ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് രണ്ടും ഒരു കിങ് എനർജിയാണ്. സോ വളരെ സ്ട്രോങ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. സോ ഒന്നും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിവിടെ എന്താ പറയുക, റഷ്ഡ് ആകേണ്ടതില്ല. ഇപ്പം തന്നെ കാര്യങ്ങൾ നടക്കണം ആ ഒരു രീതിയിൽ നിൽക്കേണ്ടതില്ല. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ എത്ര മോശം സാഹചര്യത്തിലും എങ്ങനെ ശാന്തമായിട്ടിരിക്കാം, കാമായിട്ടിരിക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പല സാഹചര്യങ്ങളിലും എങ്ങനെ നല്ല ഒരു തീരുമാനം, മെച്യൂർ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലോങ് ടൈം ലൈഫിലേക്ക്, അത് നിങ്ങളുടെ കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം അത് പ്ലാൻ ചെയ്യിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ചില സമയത്ത് നിങ്ങളുടെ മേലധികാരികളുടെ ഒരു പ്രഷർ മൂലം നിങ്ങൾക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യണം തോന്നുന്നുണ്ടാവും. ചില ആളുകൾ ജോലി ഉപേക്ഷിച്ച് മാറി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടാവും. അത് നിങ്ങളുടെ ലോങ് ടേം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. സോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു കഴിവിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുക. സോ ഇത് നിങ്ങളിവിടെ പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ നിങ്ങളുടെ മനസ്സിനെ കാമാക്കി വെക്കാൻ പഠിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നനുസരിച്ച് തീരുമാനം എടുക്കാൻ പഠിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മെച്യൂരിറ്റിയോടുകൂടി ഡിസിഷൻ എടുക്കാനും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനും നിങ്ങൾ പഠിക്കും. പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് നിങ്ങളിവിടെ എടുക്കേണ്ടതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ചില ഓൾഡ് പാറ്റേൺസ് കാണും. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും പക്ഷേ പുതിയ പുതിയ ഔട്ട്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റാനുള്ള സമയമായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നിങ്ങൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപോലെയുള്ള റിസൾട്ടുകളെ നിങ്ങൾക്ക് ലഭിക്കൂ. പുതിയൊരു റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാറ്റിപ്പിടിക്കണം, അല്ലേ? സോ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നിങ്ങളിവിടെ വരുത്തേണ്ടതുണ്ട്. സോ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ, കാലഹരണപ്പെട്ട ചിന്തകൾ നമ്മൾ പറയില്ലേ, ചില ചിന്തകളൊക്കെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചില രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളോടുമുള്ള നിങ്ങളുടെ അപ്രോച്ച് മാറ്റി പിടിക്കുക. അതായത് സപ്പോസ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മേലധികാരികൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളത് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ട് അവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവാറുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇതേ സിറ്റുവേഷനിൽ നിങ്ങൾ തിരിച്ചു പറയുക, ബഹളം ഉണ്ടാവുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം തൊട്ട് നിങ്ങളുടെ അപ്രോച്ച് ഒന്ന് മാറ്റി നോക്കുക. നോർമലി ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നിന്നൊന്ന് മാറി പെരുമാറി നോക്കുക. സോ നിങ്ങൾക്ക് പുതിയൊരു ഔട്ട്കം ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് റെഡിയാവുക. നിങ്ങളുടെ പുതിയൊരു ഡയറക്ഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഇല്ല എങ്കിൽ അതുണ്ടാക്കാനുള്ള വഴിയിലേക്ക് പോവുക. എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ആക്ഷൻ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. ഈ ഒരു കോംബോ പറയുന്നത് നിങ്ങൾ മുന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ തടസ്സമായിട്ട് കാണണ്ട. നിങ്ങളെ പലതും പഠിപ്പിക്കാൻ വന്ന ചില സാഹചര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ലൈഫ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. പേടിയോടെ അല്ലാതെ വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ വളരെ ചെറിയ ഒരു റീഡിംഗ് ആയിരുന്നു എന്ന്. ഇതിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.